Good morning, children. Welcome back to ICT class. Previous class, we already discussed about the waxing and waning of the moon. Okay? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? Now we are going to discuss about our activity 6.2 പ്രവർത്തനം 6.2 അതായത് പേജ് നമ്പർ 53 53-ലുള്ള ആക്ടിവിറ്റി 6.2 എന്നുള്ള ആ ഒരു സെക്ഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ നെയിം ഓഫ് ദാറ്റ് ആക്ടിവിറ്റി ഈസ് ലെറ്റ്സ് വ്യൂ ദ പ്ലാനറ്റ്സ്. ഓക്കെ, ഗ്രഹങ്ങളെ കാണാം. ലിസൺ. മാർസ് ഈസ് ദ ക്ലോസസ്റ്റ് നെയ്ബർ ഓഫ് ദ എർത്ത്, isn't it? Let's observe Mars in Stellarium software. ഭൂമിയുടെ അയൽഗ്രഹമാണല്ലോ ചൊവ്വ, മാർസ്. സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ ചൊവ്വയെ എങ്ങനെ നിരീക്ഷിക്കാം എന്നുള്ള പ്രവർത്തനമാണ് ഇന്ന് ചെയ്തു നോക്കുന്നത്. ഫോർ ദാറ്റ് വി ഹാവ് ടു ഓപ്പൺ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സ്റ്റെലേറിയം. Okay, after opening Stellarium you have to fix the toolbar and status bar. Okay, Stellarium software ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന ടൂൾ ബാർ ആൻഡ് സ്റ്റാറ്റസ് ബാർ ഇത് രണ്ടും നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലിക്കിംഗ് ഓൺ ദിസ് ട്രയാങ്കിൾ സിമ്പിൾ. ഈ ത്രികോണാകൃതിയിൽ കാണുന്ന ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഫിക്സ് ആവുന്നതായിരിക്കും ടൂൾ ബാർ ആൻഡ് സ്റ്റാറ്റസ് ബാർ. ഓക്കെ, ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിക്ക് ഓൺ ദ സെർച്ച് വിൻഡോ ടൂൾ ഇൻ സ്റ്റെലേറിയം. സ്റ്റെലേറിയത്തിലുള്ള സെർച്ച് വിൻഡോ എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് സെർച്ച് വിൻഡോ ടൂൾ. ഓക്കെ, ദ ഷോർട്ട് കട്ട് കീ ഓഫ് സെർച്ച് വിൻഡോ ടൂൾ ഈസ് F3. ഓക്കെ, click on that search window tool. You can see this window. Okay, തുറന്നു വരുന്ന ജാലകത്തിൽ മാർസ് എന്ന് ടൈപ്പ് ചെയ്ത് ചൊവ്വയെ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇൻ ദ വിൻഡോ ദാറ്റ് ഓപ്പൺസ് ടൈപ്പ് മാർസ് ആൻഡ് സെർച്ച് ഫോർ ഇറ്റ്. ഓക്കെ, ടൈപ്പ് മാർസ്, MARS. ഓക്കെ, ചൊവ്വ. ക്ലിക്ക് ഓൺ ദ സെർച്ച് symbol. Yes, you can see Mars on the center of the screen. Okay, by clicking page up button or the scroll wheel of the mouse you can zoom in the screen. Okay, okay, zoom ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാർസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്ക്രീനിൻ്റെ മധ്യത്തിലായിട്ട് നമുക്ക് മാർസ് എന്ന് പറഞ്ഞ പ്ലാനറ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പ്രസ് പ്രിന്റ് സ്ക്രീൻ ആൻഡ് സേവ് ദ സ്ക്രീൻഷോട്ട് ഓഫ് ദ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ. സ്റ്റെലേറിയം വിൻഡോ. കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ കീ അമർത്തി ചൊവ്വ ഉൾപ്പെടുന്ന സ്റ്റെലേറിയം ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് വെക്കുക എന്നാണ് അടുത്തതായി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു കീ ഉണ്ട്. കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ. ഓക്കെ, ആ പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തായി, ഒരു ഫോട്ടോ എടുത്ത പോലെ ജസ്റ്റ് ഒരു എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ഫോട്ടോ എഫക്റ്റ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ഈ
വിൻഡോ അല്ലെങ്കിൽ ഈ സ്ക്രീൻ എന്താണ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ഒരു പിക്ചറാക്കി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഹോം ഫോൾഡറിൽ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ മാർസിനെ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഗ്രഹം, ഓക്കെ, നമുക്ക് വീനസിനെ സെർച്ച് ചെയ്യാം. ഓക്കെ, വീനസ്. ഓക്കെ, നമുക്ക് വീനസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാം, നമ്മുടെ ഗ്രഹം ഇവിടെ കാണാം അല്ലേ. ലാംഗ്വേജ് മാറ്റേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ബൈ ക്ലിക്കിംഗ് ഓൺ കൺഫിഗറേഷൻ വിൻഡോ, സ്കൈ കൾച്ചർ ലാംഗ്വേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ നിന്നും മലയാളം ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്താ ചെയ്യുക, നമുക്ക് പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ള കീ അമർത്തുക. നമ്മൾ കുറേ സൂം ഇൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കുറച്ച് സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ സ്കൈ കൾച്ചർ ലാംഗ്വേജ് ഇവിടെ മാറിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും മലയാളത്തിലുള്ള ലേബിൾസ്. ഓക്കെ, ശില്പി, മകരം, കുംഭം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് F4 ക്ലിക്ക് ചെയ്താൽ സ്റ്റെല്ലേറിയം വിൻഡോ ക്ലോസ് ആവും. നമുക്കത് പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നമുക്ക് നമ്മുടെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ 2 സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മാർസ്, ഓക്കെ, അതേപോലെ വീനസ് എന്ന് പറഞ്ഞിട്ട് 2 സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഗ്രഹങ്ങളെ എങ്ങനെയാണ്, ഒരു ഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിനെ സെർച്ച് ചെയ്യുന്നത്, അപ്പോൾ ആ ഗ്രഹത്തിനെ എങ്ങനെ കാണുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വെൻ വി do sky watching with the help of Stellarium software, we have to adjust the location and time appropriately. We can adjust the location by clicking on the location window tool. Use date time window tool to adjust the date and time. എന്താണ് പറയുന്നത്, സ്റ്റെല്ലറിയത്തിൻ്റെ സഹായത്തോടെ വാനനിരീക്ഷണം നടത്തുമ്പോൾ സോഫ്റ്റ്വെയറിലെ നിരീക്ഷണ സ്ഥലവും സമയവും യോജിച്ച രീതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. ലൊക്കേഷൻ വിൻഡോ ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലിസ്റ്റിൽ നിന്നും നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കാം. ഡേറ്റ് ടൈം വിൻഡോ ടൂൾ ഉപയോഗിച്ച് തീയതിയും സമയവും ക്രമീകരിക്കാം. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യമാണല്ലേ. ലൊക്കേഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ തളിപ്പറമ്പ എന്നുള്ള ആ ഒരു പ്ലേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതും, അതേപോലെ ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റും ടൈമും ചേഞ്ച് ചെയ്തൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ് ദ എർത്ത് എന്ന് പറഞ്ഞ ആ ഒരു ബോക്സ്, ക്ലിക്ക് ദ ഗ്രൗണ്ട് ടൂൾ ടു സീ ദ സ്റ്റെലാർ ഒബ്ജക്ട്സ് ബിയോണ്ട് ദ സ്ക്രീൻ. എന്താണ്, ഭൂമിയുടെ മറുവശത്തുള്ള ആകാശഗോളങ്ങളെ കാണണമെങ്കിൽ ഗ്രൗണ്ട് ടൂൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഗ്രൗണ്ട് ടൂൾ നമ്മൾ ക്ലിക്ക് ചെയ്തും അതേപോലെ എനേബിൾ ചെയ്തും ഡിസേബിൾ ചെയ്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഭൂമിയുടെ മറുവശത്തുള്ള ആകാശഗോളങ്ങൾ, പ്ലാനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രൗണ്ട് ടൂള് അല്ലെങ്കിൽ ഹൈഡ് ദ എർത്തിനെ ഹൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഓക്കെ ഓക്കെ ചിൽഡ്രൻ. ഓക്കെ, see you on next class. Okay, take care.